ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. നല്ല ക്രിസ്പിയും ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കറിയാം ഒത്തിരി എണ്ണയൊക്കെ വേണമെന്നുള്ളത്. അത് കാരണം പലർക്കും ഇത് കഴിക്കാനായിട്ടൊരു ഭയമുണ്ട്. നമ്മൾ ഭയക്കുന്നതിന് കാരണം ഇത് കഴിച്ചിട്ട് വല്ല അസുഖം വരുമോ എന്ന് പേടിച്ചിട്ടാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലെ കുറച്ച് പ്രായം കൂടിയ ആൾക്കാർക്ക് ഇതെല്ലാം കഴിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? പക്ഷേ അസുഖങ്ങളെ പേടിച്ചിട്ട് എല്ലാവരും അത് വേണ്ടെന്ന് വയ്ക്കും. എന്നാൽ ഓയിലില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ് എയർ ഫ്രയർ. അത് കുറേ നാളായി ഇറങ്ങിയിട്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലും ഫോറിനിലും ഒക്കെ വർഷങ്ങളായിട്ട് അതിൽ പാചകം ചെയ്ത് കഴിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇത് പോപ്പുലറായിട്ട് വരികയാണ്. ഇപ്പോൾ പിന്നെ എന്ത് പുതിയ കാര്യം കേൾക്കുമ്പോഴും അതിനെപ്പറ്റി സെർച്ച് ചെയ്യാനും യൂട്യൂബ് ചാനൽസും ധാരാളമുണ്ടല്ലോ. അങ്ങനെ ഞാനും ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞു. അങ്ങനെ മോൾ എനിക്കൊരു എയർ ഫ്രയർ വാങ്ങിത്തന്നു. പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്കിപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡ് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇത് ഉപയോഗിക്കേണ്ട രീതിയും എന്തൊക്കെയാണ് ഇതിലുണ്ടാക്കേണ്ടതെന്നും ഉള്ളതിനെ പറ്റി ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വെച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എയർ ഫ്രയർ പല ബ്രാൻഡിലുള്ള എയർ ഫ്രയറും ഉണ്ട്. ഇത് കെൻറ്റിൻ്റെ എയർ ഫ്രയർ. ഇതിൽ നമുക്ക് 80 ഡിഗ്രി സെൽഷ്യസ് മുതൽ 200 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിൽ പാചകം ചെയ്യാം. ഈ കാണുന്നത് ഇതിനകത്തുള്ള കോയിലാണ്. ഈ കോയിൽ കത്തിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ചൂട് എയർ കൊണ്ടാണ് നമ്മുടെ ഫുഡ് കുക്കായി കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഈ എയർ പുറത്തോട്ട് പോകും. എയർ ഫ്രയറിനെ പറ്റി പറയുന്ന ധാരാളം യൂട്യൂബ് ചാനൽസ് ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ പോയാൽ നമുക്ക് പണി കിട്ടിയത് തന്നെ. ഓരോരുത്തരുടെയും ബ്രാൻഡ് ഓരോന്നായിരിക്കും. അതുപോലെ കുക്കിങ്ങിൻ്റെ രീതിയും വ്യത്യസ്തമായിരിക്കും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കരിഞ്ഞതുപോലെ ആകണം, ചിലർക്ക് സോഫ്റ്റ് ആകണം, ചിലർക്ക് മീഡിയം ആകണം, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തനിയെ ഓരോന്നും പരീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അതിനെപ്പറ്റി അറിയാൻ പറ്റുകയുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ബുക്ക്ലെറ്റ് കിട്ടുമല്ലോ ഇതിൻ്റെ കൂടെ തന്നെ. ആ ബുക്ക്ലെറ്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ധാരാളം സേഫ്റ്റി മെഷേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. യാതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് പോലെ ഇതും കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ വയ്ക്കേണ്ട സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. സാധനങ്ങൾ കുത്തി നിറച്ച് വയ്ക്കാതിരിക്കുക. എപ്പോഴും ഒരു ലെയറായിട്ട് തന്നെ വയ്ക്കണം. ഓയിൽ വേണ്ട എന്ന് പറയുമെങ്കിലും 1 ടീസ്പൂൺ ഓയിൽ ആകാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ലെയറായിട്ട് തന്നെ വയ്ക്കാം. ഇതുപോലുള്ള ഫ്രൈ സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്ത് സാധനമായാലും അങ്ങനെ ചെയ്യണം. അപ്പോൾ 2 വശവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടും. എയർ ഫ്രയറിൽ മെനു കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഫുഡ് എത്ര ടെമ്പറേച്ചറിൽ വയ്ക്കണമെന്നുള്ളത്. പക്ഷേ നമുക്ക് അത്ര കൃത്യമായിട്ടുള്ള അളവായിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ ആ പറയുന്ന ടെമ്പറേച്ചറിലും ആ പറയുന്ന സമയത്തും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാതിരിക്കുക. കാര്യം എപ്പോഴും ഈ പറയുന്നതിനേക്കാളും 10-20 ഡിഗ്രി സെൽഷ്യസ് കുറച്ച് വയ്ക്കണം. അതുപോലെ ടൈമിങ്ങും 5 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു 3 മിനിറ്റ് ആക്കി വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്ക് നമുക്ക് തുറന്നു നോക്കാവുന്നതാണ്. കുക്കായില്ലെങ്കിൽ വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ എപ്പോഴെപ്പോഴും ശ്രദ്ധിക്കുകയില്ല, വലിച്ചിങ്ങ് ഊരിയെടുക്കും. പക്ഷേ വളരെ ഡേഞ്ചറസ് ആണ്. എയർ ഫ്രയറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാത്രം തുറക്കുക. അങ്ങനെ തുറക്കാൻ ചിലപ്പോൾ ഓർമ്മിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ പ്ലഗ് ഓഫ് ചെയ്തതിന് ശേഷം തുറക്കുക. ഏത് ഫുഡും വയ്ക്കുന്നതിന് മുമ്പ് 5 മിനിറ്റെങ്കിലും പ്രീഹീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സ്നാക്സ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പ്രീഹീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എയർ ഫ്രയർ എപ്പോഴും ബെസ്റ്റ് ചിക്കനും മീനും ഫ്രൈ ചെയ്യാനാണ്. കാര്യം അതിനകത്ത് തന്നെ നല്ല ഓയിലുണ്ടല്ലോ. അപ്പോൾ എക്സ്ട്രാ ഓയിലിൻ്റെ ആവശ്യമില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കും.
എന്നാൽ വെജിറ്റബിൾസ് ഉണ്ടാക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. ഫ്രൈ ചെയ്യുന്ന വെജിറ്റബിൾസ് അത് എത്ര നേരം നമ്മൾ വെച്ചാലും അത് ജസ്റ്റ് കുക്കായി വരികയേ ഉള്ളൂ, ഒരു ഹാഫ് കുക്ക്ഡ് ആയിരിക്കും. പക്ഷേ ഫ്രൈ ആകണമെങ്കിൽ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചാലേ സാധിക്കുകയുള്ളൂ. വെണ്ടയ്ക്ക ഫ്രൈയും പാവയ്ക്ക ഫ്രൈയും കത്തിരിക്ക ഫ്രൈയും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു പലരുടെയും വീഡിയോയിൽ. പക്ഷേ അതിലെല്ലാം എത്രമാത്രം ഓയിലാണ് ഒഴിച്ചിട്ട് അത് ഉണ്ടാക്കിയെടുത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നു. പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഹാഫ് കുക്ക്ഡ് മാത്രമേ ആയുള്ളൂ. കാര്യം ഞാനത് 1 സ്പൂൺ എണ്ണയെന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ ചേർത്ത് ഇത് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ചും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും ഫുഡ് പാചകം ചെയ്യാം, ഫുഡ് ഫ്രൈ ചെയ്ത് കഴിക്കാം. ഏത് ഫുഡ് ഉണ്ടാക്കി കഴിച്ചാലും നമ്മൾ ശ്രദ്ധിക്കുന്നത് ലോ ഫാറ്റും ഹൈ ഫൈബറും ഹൈ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയ ഫുഡുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എയർ ഫ്രയർ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ഏറ്റവും ഇതിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കുന്നത് അക്രിലാമൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പലരും പറയുന്നത്. എന്നാൽ അതിനെപ്പറ്റി പേടിക്കേണ്ട. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡീപ്പ് ഫ്രൈ ചെയ്ത ഫുഡിനാണ് കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ഇനി ഇത് വാഷ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് ലിക്വിഡ് അതിൽ ഇട്ട് കുറച്ച് നേരം വച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ഒരു സ്ക്രബിൻ്റെ ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ ഇത് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇത് സേഫാണോ ഹെൽത്തി ആണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും. തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പറയുന്നത് നമുക്ക് നോൺ വെജ് ഇതിൽ ഫ്രൈ ചെയ്ത് കഴിച്ചതുകൊണ്ട് യാതൊരു ദോഷവുമില്ല, വളരെ ഹെൽത്തി ആണെന്നാണ്. ശരിക്കും ഈ പൊട്ടറ്റോ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്ന അതും അതുപോലെയുള്ള സ്റ്റാർച്ചി ഫുഡ്, പിന്നെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ധാന്യങ്ങൾ, ഇതൊന്നും ഡീപ് ഫ്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് സമയമൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം നമുക്ക്. ഇപ്പോൾ 200 ഡിഗ്രി പറയുകയാണെങ്കിൽ ഒരു 165-170 ഡിഗ്രിയിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്, ലോ ഹീറ്റിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വെറുതെ കരിച്ച് പൊരിച്ച് കളയുന്നതിനേക്കാളും നല്ലത് അത് കറക്റ്റ് ഒന്ന് പാകത്തിന് കിട്ടിയാൽ പോരെ. ഈ ചിക്കൻ ഫ്രൈയിൽ നിങ്ങൾ കണ്ടില്ലേ എത്ര കുറച്ചാണ് ഓയിൽ യൂസ് ചെയ്തെന്നുള്ളത്. മൊത്തത്തിൽ ഒരു 1.5 ടീസ്പൂൺ ഓയിലാണ് യൂസ് ചെയ്തത്. പക്ഷേ വളരെ ക്രിസ്പി ആയിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ കിട്ടിയത്. ഇപ്പോൾ ഈ പാത്രത്തിലുള്ള എല്ലാ അഴുക്കും പോയി കിട്ടി. ഇനി ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. ഈ ഒരു ബാസ്ക്കറ്റിനകത്ത് ഈ ഒരു ട്രേ മാത്രമാണ് വച്ചിട്ടുള്ളത്. ചില എയർ ഫ്രയറിനകത്ത് വീണ്ടും ഒരു ബാസ്ക്കറ്റ് കൂടി ഉണ്ടാകും. സ്ക്രബ് പോലുള്ള സാധനങ്ങൾ കൊണ്ട് ഉരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് സ്ക്രാച്ച് ഉണ്ടാകും, പെട്ടെന്ന് തന്നെ ഇത് ചീത്തയാകും. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കുതിർത്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് സുഖമായിട്ട് കഴുകിക്കളയാവുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം തുണി കൊണ്ട് തുടച്ച് വെള്ളത്തിൻ്റെ അംശം മുഴുവനും മാറിയതിന് ശേഷം വീണ്ടും എയർ ഫ്രയറിനകത്ത് വയ്ക്കാം. OTGയിൽ വയ്ക്കുന്ന ഏത് പാത്രങ്ങളും ഇതിനകത്തും വയ്ക്കാം. അലുമിനിയം പാത്രങ്ങൾ ഇതിനകത്ത് വച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ പേപ്പർ ഷീറ്റ് കിട്ടും. ഇത് റൗണ്ട് ഷേപ്പിലുമുണ്ട്, സ്ക്വയർ ഷേപ്പിലുമുണ്ട്. പക്ഷേ ഇത് നോക്കിക്കേ, വളരെ കനം കുറഞ്ഞ പേപ്പറാണിത്. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന ഫുഡ് കുറച്ച് വെയിറ്റ് ഉള്ളതായിരിക്കണം. അല്ലെങ്കിൽ ഈ പേപ്പർ തന്നെ ഈ എയർ ഫ്രയറിനകത്തുള്ള ചൂട് കാറ്റല്ലേ, അപ്പോൾ അതിൽ പേപ്പർ തന്നെ മുകളിൽ പറ്റിപ്പിടിക്കാനും അത് ഭയങ്കര ഡേഞ്ചർ ആകും, തീ കത്താനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പേപ്പറിനേക്കാളും കുറച്ച് നല്ല വെയിറ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രം വയ്ക്കുക. അല്ലാതെ 2-3 സാധനങ്ങൾ ചെറിയ ചെറിയ ഐറ്റംസ്, പപ്പട പോലുള്ള ഐറ്റംസ് അതിൽ വച്ചിട്ട് ഈ പേപ്പർ മുകളിൽ ചെന്ന് കോയിലിൽ തട്ടിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് മാക്സിമം എന്ത് ആഹാരം എയർ ഫ്രയറിനകത്ത് വച്ചിട്ടും നമ്മൾ ഏതൊരു ഇലക്ട്രിക്കൽ സാധനവും ഓൺ ചെയ്ത് വച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാറുണ്ടോ? അത് ഭയങ്കര ഡേഞ്ചറാണെന്ന് നമുക്കറിയാമില്ല. അതുപോലെ എയർ ഫ്രയറിനകത്ത് എന്ത് വച്ചാലും നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകണം. ദൂരെ ഒരു കാര്യത്തിനും പോകരുത്. എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല.
പ്രത്യേകിച്ച് ഫുഡാകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് പൊട്ടിത്തെറിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനങ്ങൾ വയ്ക്കും. അങ്ങനെയുള്ള ഈ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും അടച്ചു വച്ചിട്ട് മാത്രം അത് ഫ്രൈ ചെയ്യാവുന്നതാണ്, കുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഈ പോപ്കോണ്, മഖാന എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ വീർത്ത് വരുമ്പോൾ അതങ്ങ് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിന് ഒരു അടപ്പ്, ജാളി പോലുള്ള നെറ്റ് പോലുള്ള അടപ്പ് കിട്ടും, അടച്ച് പാചകം ചെയ്യാം. ഇവിടെ ചുറ്റുമുള്ള വീടുകളിൽ പട്ടിയുണ്ടേ, അപ്പോൾ ഭയങ്കര കുരയിലാണ് 4 വശത്തു നിന്നും. ഞാനതൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വളരെ ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയാം. വേറെ നിവൃത്തിയില്ല, എന്ത് ചെയ്യാനാണ്. ഇതൊരു വടയാണ്. നിങ്ങൾ കണ്ടല്ലോ വട എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. അതിൽ 1 സ്പൂണ് എണ്ണയാണ് ആകപ്പാടെ എനിക്കായിട്ടുള്ളത്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയത്. ഒരു തുള്ളി ഓയിലില്ലാതെ നമുക്ക് മുഴുവനും കഴിക്കാൻ തോന്നും. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും നമ്മൾ ഇത്തരം ഫുഡാണ് കഴിക്കുന്നത്. അതായത് നമ്മൾ ഓയിലില്ലല്ലോ എന്ന് കരുതി നമ്മളങ്ങ് കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ ഒരു ഫലവുമില്ല. ഈ കാര്യം അത്രയും നമ്മുടെ ഉള്ളിൽ പോവുകയല്ലേ. അപ്പോൾ എന്ത് ഫുഡായിരുന്നാലും ഒരു ലിമിറ്റിന് കഴിക്കുക, അത് ഓയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ ഓയിലില്ലെങ്കിൽ കുറച്ച് കൂടുതൽ കഴിക്കാമെന്നല്ല, ദിവസവും അല്ലെങ്കിൽ ഒരു ചിക്കൻ്റെ 2 പീസൊക്കെ ദിവസം കഴിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ആഴ്ചയിൽ 2-3 ദിവസം ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ മതി. ഏത് സാധനമായാലും, അതായത് അമൃതായാലും അധികമായാൽ വിഷമെന്നാണല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. എയർ ഫ്രയറിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്, വളരെ നല്ലതാണ്. നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം ഏത് സമയത്ത് വേണോ നമുക്കുണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ജോലി കുറവാണ്, നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി എയർ ഫ്രയർ വാങ്ങണോ വേണ്ടയോ എന്ന് സംശയിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക. ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ്.